അറബ് ഗൾഫ് രാജ്യങ്ങളുടെ 8ാമത് സംയുക്ത പുരാവസ്തു പ്രദർശനം റിയാദിൽ. നാഗരികതയുടെ ഐക്യവും സാംസ്കാരിക വൈവിധ്യവും എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ ശിലായുഗം മുതൽ BC 3-ാം സഹസ്രാബ്ദത്തിലെ ലോഹങ്ങൾ വരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് പ്രദർശനം കാണാൻ എത്തുന്നത്. ഒരു വാർത്തയോടെ ലൈവ് റിപ്പോർട്ട്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം ഉച്ചവാർത്തയുമായി അനിൽ നമ്പ്യാർ ചേരും. നമസ്തേ. അറബ് ഗൾഫ് രാജ്യങ്ങളുടെ 8ാമത് സംയുക്ത പുരാവസ്തു പ്രദർശനം റിയാദിലെ നാഷണൽ മ്യൂസിയത്തിൽ ആരംഭിച്ചു. ഡിസംബർ 30 വരെയാണ് പ്രദർശനം. ശിലായുഗം മുതൽ BC 3-ാം സഹസ്രാബ്ദത്തിലെ ലോഹങ്ങളുടെ കണ്ടെത്തൽ മുതൽ ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടം വരെയുള്ള പ്രദർശനത്തിന്റെ ചരിത്രവും പ്രദർശനത്തിൽ പങ്കുവച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നാഗരികതയുടെ ഐക്യവും സാംസ്കാരിക വൈവിധ്യവും എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിയിൽ ശിലാ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, ലിഖിതങ്ങൾ, കല, വാസ്തുവിദ്യ, ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സംവേദനാത്മക പരിപാടികൾ സന്ദർശകർക്ക് ചരിത്ര രംഗങ്ങൾ പുനർനിർമ്മിക്കുകയും അറേബ്യൻ ഉപദ്വീപിന്റെ നാഗരിക ചരിത്രത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. നാഷണൽ മ്യൂസിയം കമ്മീഷൻ എന്നിവയുമായി സഹകരിച്ചും ഗൾഫ് സഹകരണ കൗൺസിലുമായുള്ള പങ്കാളിത്തത്തോടെയും ഹെറിറ്റേജ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനം മേഖലയുടെ സാംസ്കാരിക തനിമയെ ഉയർത്തിക്കാണിക്കുന്നു. വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ പിന്തുണയേകുന്ന തരത്തിലാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. കനകലാൽ, ജനം, സൗദി അറേബ്യ.